മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. ലൈവായിട്ടൊന്ന് കിസ് ചെയ്യണം. അയ്യേ ഒരിക്കലും അതൊന്നായിരിക്കും. നേരത്തേക്ക് ഒത്തിരി ഇങ്ങനെ ഇതുണ്ടായിരുന്നു, ഇപ്പൊ ശരി. രണ്ടിനെ പിടിച്ച് പടിക്ക് പുറത്താക്കി പട്ടി അയച്ചു തള്ളി മറിക്കുന്നുണ്ടായിരുന്നല്ലോ. അല്ല, ഉമ്മാക്കുന്നത് എന്താ ഒരു കുഴപ്പമില്ല. ട്രൂ. റീച്ച് ആവാനുള്ള ഇതാണ്. വൃത്തികേട്. ഞാൻ ഉമ്മായിക്കണം, അവള് ഉമ്മായിക്കണം. അവള് വെച്ചാൽ മതി, ഞാൻ വെച്ചാൽ ശരി. ഓക്കെ ഫൈൻ. എന്തായിട്ട് നാണണ്ട? അവൾക്ക് കാണുന്നില്ല. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എന്നാ പോവാൻ നോക്കടാ. ഓക്കെ അല്ലേ? എന്താ ശരി, തിരിച്ചു നോക്കണം. അത് കണ്ട ഇവന്റെ മൊത്തത്തിലുള്ള പെരുമാറ്റം ഒരു മുതലാളിയുടെ മോന് ചേർന്നതല്ല. നീ സൂക്ഷിച്ചോ, ചെക്കൻ ഇത്തിരി ആക്രാന്തം കൂടുതലുള്ള കൂട്ടത്തിലാണ്. അത് സീനായിരിക്കും. എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. ആ സ്പിരിറ്റ് ആണ് നമുക്ക് വേണ്ടത്. അതാണ്. അത്രയും. ശ്രീജ, ഈ നാറി എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. ഇവന്റെ വീട്ടില് ഫോട്ടോഷോപ്പ് നല്ല വെളിച്ചെണ്ണ വാങ്ങാൻ പോലും നീ വന്നു നാട്ടുകാരാണ് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ അപമാനം പറയണ്ടു. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഞാൻ പോകുന്നു. ബൈ ബൈ.